പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ അലൈൻമെന്റിലായിട്ടേ നമ്മൾ ആക്ഷൻ എടുത്തിട്ട് കാര്യമുള്ളൂ. നമ്മൾ അലൈൻമെന്റിലാകാതെ നമ്മൾ ആക്ഷൻ എടുത്തിട്ട് ആക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഇപ്പൊ നിങ്ങളൊരു പൈസ ഉണ്ടാക്കാനായിട്ട് നിങ്ങളൊരു ജോബ് ചെയ്യുന്നു. അങ്ങനെ മറ്റു പല ജോബുകളും ചെയ്തിട്ടാണ് നമ്മൾ കാശ് ഉണ്ടാക്കുന്നത്. എല്ലാ ആളുകളും അങ്ങനെയാണല്ലോ. നമ്മൾ ഒരു മണി ഉണ്ടാക്കാനായിട്ട് എന്തെങ്കിലും ഒരു സോഴ്സ് ഉണ്ടാവും. പക്ഷെ നിങ്ങൾ മണിയെന്ന് മാത്രമല്ല, ലോകത്തില് മണി, ഹെൽത്ത്, റിലേഷൻഷിപ്പ് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും നിങ്ങൾ അലൈൻമെന്റിലായിട്ട് നിങ്ങൾ ആക്ഷൻ എടുത്തിട്ട് കാര്യമുള്ളൂ എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ആഹ്, ഈ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ ക്ലാസ് യൂട്യൂബിൽ കാണുന്ന ആളുകൾക്ക് നമ്മളുടെ കമന്റ് സെക്ഷനിൽ ഒരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ഇതുപോലുള്ള ഫ്രീ ലൈവ് ക്ലാസ്സസ് നമ്മുടെ കൂടെ അറ്റൻഡ് ചെയ്യാം. അതുമാത്രമല്ല, ലോ ഓഫ് അട്രാക്ഷനെ പറ്റി കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന പെയ്ഡ് ക്ലാസ്സിന്റെ ഡീറ്റെയിൽസും ആ ഒരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും ഉണ്ടാവുക. അത് നമ്മുടെ യൂട്യൂബിന്റെ കമന്റ് സെക്ഷനിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകും. ഓക്കെ. അപ്പൊ നമുക്ക് അലൈൻമെന്റിലായിട്ട് ആക്ഷൻ എടുത്തിട്ട് കാര്യമുള്ളൂ. അതല്ല ഇന്നത്തെ ടോപ്പിക്. എന്താണ് സംഭവം? അലൈൻമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിവിടെ ഇപ്പം കാലങ്ങളായിട്ട് പഠിപ്പിക്കുന്നത്, ഓരോ ആളുകളും പഠിപ്പിക്കുന്ന കാര്യമാണ് നമ്മൾ മാനിഫെസ്റ്റേഷൻ. നമ്മുടെ മൈൻഡ് നമ്മൾ കൺട്രോൾ ചെയ്താൽ നമുക്ക് എന്തും നേടിയെടുക്കാം. അത് തന്നെയാണ് അലൈൻമെന്റ്. അതായത് ഇപ്പോ സിമ്പിൾ ആയിട്ട് അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ചിന്തകൾ പോസിറ്റീവ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്താണ് മാനിഫെസ്റ്റേഷൻ പ്രോസസ്സുകൾ ചെയ്തിട്ടേ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സുകൾ, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഈ മാനിഫെസ്റ്റേഷൻ എന്നുള്ള വാക്കൊക്കെ വാട്ട് യു തിങ്ക് യു ബിക്കം എന്നുള്ളതാണ് ഇതിന്റെ ബേസ് എന്ന് പറയുന്നത്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, നിങ്ങൾ അതായിത്തീരുന്നു. ഈ മാനിഫെസ്റ്റേഷൻ എന്ന വാക്കൊക്കെ വന്നത് റോണ്ട ബെയിൻ സീക്രട്ട് എന്ന് പറയുന്ന ലവ് ഓഫ് അട്രാക്ഷൻ എന്ന വാക്കൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഒരു പുസ്തകം എഴുതിയപ്പോഴാണ് ഈ കാര്യത്തെ മാനിഫെസ്റ്റേഷൻ എന്നുള്ള ലെവലിലേക്ക് വന്നത്. നമ്മുടെ ചിന്തകളും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോസസ്സുകളും ആണ് ഉദ്ദേശിക്കുന്നത്. ഇത് കൃത്യമായിട്ട് ചെയ്തിട്ടേ, നമ്മൾ പറയുന്ന കൃത്യമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തിട്ടേ നിങ്ങൾ എന്ത് ചെയ്തിട്ട് കാര്യമുള്ളൂ? നിങ്ങൾ ആക്ഷൻസ് എടുത്തിട്ട് കാര്യമുള്ളൂ. ഇതിന്റെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട പ്രോസസ്സുകൾ ചെയ്യാതെ, നിങ്ങൾ ചിന്തകളെ കൺട്രോൾ ചെയ്ത് പോസിറ്റീവ് ആക്കാതെ, നിങ്ങൾ എന്ത് ആക്ഷൻസിലേക്ക് പോയാലും അത് നിങ്ങൾക്ക് ബാക്ക് സ്റ്റാബ് അടിക്കാൻ ചാൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള അനുഭവത്തിലേക്ക് നിങ്ങൾക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ മൈൻഡ് കൺട്രോൾ ചെയ്ത് പോസിറ്റീവ് ആകാതെ നിങ്ങൾ എന്ത് ആക്ഷൻസ് എടുത്താലും അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയായി വരാനുള്ള ചാൻസ്, അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യാതിരിക്കാനുള്ള ചാൻസ്. നമ്മൾ ടെൻഷൻ അടിച്ച് ദുഃഖിച്ച് നമ്മളൊരു PSC എക്സാമിനെ അപ്രോച്ച് ചെയ്താൽ അത് നിങ്ങൾക്ക് കിട്ടാതിരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, നാട്ടിലൊക്കെ ആളുകൾ PSC എക്സാം എഴുതി എടുക്കുന്നില്ലേ? അതെങ്ങനെയാണ് അവർ PSC എക്സാം എഴുതി എടുക്കുന്നത് എന്ന് വച്ച് കഴിഞ്ഞാല്, അവര് കൃത്യമായിട്ട് എന്താ ചെയ്യുന്നത്? ഏഹ് അവര് അവരിപ്പോ ഒരു ടോപ്പിക്ക് പഠിക്കുകയാണ്. ആ ടോപ്പിക്ക് അവർ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് ആഹ് എന്ത് സംഭവിക്കുന്നു? അവരത് കൃത്യമായിട്ട് അവരെ അറിയാതെ തന്നെ വിശ്വസിക്കുകയാണ് അവർക്ക് PSC എക്സാം കിട്ടുമെന്നുള്ളത്. ഞാൻ പലപ്പോഴായിട്ട് റിലേഷൻഷിപ്പുകളിലും എല്ലാത്തിലും പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ മൈൻഡ് കൺട്രോൾ ചെയ്ത് പോസിറ്റീവ് ആക്കുക. എബ്രാഹിം പറയുന്ന നോ എമൗണ്ട് ഓഫ് ഹാർഡ് വർക്ക് ക്യാൻ റീപ്ലേസ് യുവർ ലാക്ക് ഓഫ് അലൈൻമെന്റ് എന്നുള്ളത്. നിങ്ങൾ അലൈൻമെന്റിലല്ല എങ്കിൽ നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും കാര്യമില്ല. പലപ്പോഴും എൻ്റെ പല സെയിൽസും ഞാൻ മൈൻഡ് കൺട്രോൾ ചെയ്ത് പോസിറ്റീവ് ആവാതെ പോയി കണക്ക് ക്ലാസ്സസ് ഒക്കെ എടുത്താലും നമുക്ക് സെയിൽ നടക്കില്ല. മൈൻഡ് ഏതെങ്കിലും രീതിയിൽ ഞാൻ കൺട്രോൾ ചെയ്ത് പോസിറ്റീവ് ആക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ലഭിക്കാറുണ്ട്? പലപ്പോഴും സെയിൽസ് ലഭിക്കാറുണ്ട്. അതേസമയം ഞാൻ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് സംഭവങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്ത് എനിക്ക് ചെയ്യാം, അത് മാത്രം ചെയ്തിട്ട് ഞാൻ മൈൻഡിനെ കൺട്രോൾ ചെയ്ത് പോസിറ്റീവ് ആക്കാത്ത സമയത്ത് പലപ്പോഴും എനിക്ക് സെയിൽസ് ലഭിക്കാറില്ല എന്നുള്ളതാണ്. മനസ്സിലായേ?
അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ദിസ് ഈസ് എൻ എനർജി ബേസ്ഡ് യൂണിവേഴ്സ്. ശ്രീബുദ്ധൻ എല്ലാം ഉപേക്ഷിച്ചിട്ട് കാട്ടിൽ പോയ ആളാണ് അല്ലെ. ഒരു ശവമഞ്ചം കൊണ്ടുപോകുന്ന കണ്ടിട്ടാണ് ശ്രീബുദ്ധൻ എന്ത് ചെയ്തത്? ഈ എല്ലാം ജീവിതം എന്താണെന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ്. അതിന്റെ കറക്റ്റ് കാര്യം എനിക്കറിയില്ല, എന്തായാലും കാട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ മെഡിറ്റേഷനൊക്കെ അദ്ദേഹം കണ്ടുപിടിച്ചു. ആ ശ്രീബുദ്ധനാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട കൺട്രോൾ ചെയ്ത് ധ്യാനാവസ്ഥയിൽ മെഡിറ്റേഷൻ എന്ന് പറയുന്ന പല പല മെഡിറ്റേഷൻ ഉണ്ട്. പക്ഷെ ശ്രീബുദ്ധൻ കണ്ടുപിടിച്ച മെഡിറ്റേഷനോളം ഇന്ന് മറ്റൊരു മെഡിറ്റേഷൻ ഇല്ല. പക്ഷെ അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള ഒരാള് മൈൻഡിനെ പറ്റി അത്രമാത്രം എക്സ്പ്ലോർ ചെയ്ത ഒരാൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് വാട്ട് യു തിങ്ക് യു ബിക്കം. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ നിങ്ങളതായിത്തീരുന്നു. സ്വാമി ശിവാനന്ദയാണെന്ന് തോന്നുന്നു, അല്ലെ യോഗാനന്ദ. സ്വാമി യോഗാനന്ദ എന്ന് പറയുന്ന, കറക്റ്റ് ഞാൻ പേരും മറന്നുപോയി, ഒരു പുസ്തകം തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ സ്റ്റീവ് ജോബ്സ്, ആപ്പിളിന്റെ സ്റ്റീവ് ജോബ്സിനെ തന്നെ അമ്പരപ്പിച്ച ഒരു പുസ്തകമാണത്. അപ്പൊ അതിന്റെ അകത്ത് പറയുന്ന കാര്യം എന്ന് പറയുന്നത് വേറൊന്നുമല്ല. അതായത് അയാൾക്ക് കനം എന്തോ കുറയ്ക്കണം, കനം കുറയ്ക്കണം എന്നുള്ളൊരു പരാതിയുമായിട്ട്, കനം കുറയ്ക്കണമെന്നോ കൂടണോ ഞാൻ ഓർക്കുന്നില്ല, പരാതിയുമായിട്ട് അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ അടുത്ത് എത്തി പറഞ്ഞു, നീ മൈൻഡിൽ വിശ്വസിക്കുക, നീ മൈൻഡിൽ ചെയ്യ് എന്ന് പറഞ്ഞ് മൈൻഡ് കൺട്രോൾ ചെയ്യേ എന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് കനം കുറഞ്ഞ സ്റ്റോറി ഇതിൽ പറയുന്നുണ്ട്. റൊണാൾഡോ തന്റെ മൈൻഡ് കാരണമാണ് 37-ാമത്തെ വയസ്സിൽ ഇങ്ങനെ ഇത്രയും ഫിസിക്കായിട്ട് കളിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അതേസമയം ഇദ്ദേഹം ഈവൻ ഹാർദിക് പാണ്ഡ്യ പോലും പറയുന്നുണ്ട്, മൈൻഡ് കൺട്രോൾ ചെയ്തു അയാൾ മുന്നോട്ട് പോകുന്നു, അതുകൊണ്ടാണ് അയാൾക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്നത്. അപ്പം നമ്മൾ കൃത്യമായിട്ട് മൈൻഡുമായിട്ട് കണ്ടു, നമ്മളെപ്പോഴും പോസിറ്റീവ് ആയിരുന്നുകൊണ്ട് നമ്മുടെ മൈൻഡ് കൺട്രോൾ ചെയ്ത് മാനിഫെസ്റ്റേഷൻ പ്രോസസ്സുകൾ ചെയ്ത് നമ്മൾ പഠിപ്പിച്ചിരുന്ന പല ആളുകളും പഠിപ്പിച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനത്തിന് ശേഷം നിങ്ങൾ ആക്ഷൻസ് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ വർക്കാവൂ. ഈ ലോകം എനർജി ബേസ്ഡ് ആണ്. ഇവിടെ നിങ്ങൾക്ക് പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്ന കാര്യമാണ്, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ റിജക്റ്റ് ചെയ്യും. ഇന്നലെ ഒരു ട്രേഡിങ്ങിന്റെ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടൊരു പെൺകുട്ടിയോട് സംസാരിച്ചു. അപ്പൊ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ, ഇവിടെ നമ്മൾ പോസിറ്റീവ് ആവാനും മൈൻഡുമായിട്ട് നമ്മൾ ഈ പഠിപ്പിച്ചു തരുന്ന പ്രോസസ്സുകളൊന്നും യാതൊരു തരത്തിലും നിങ്ങളെ അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നു, അല്ലേ? നിങ്ങളത് നെഗറ്റീവായിട്ട് ഒന്നും വരുന്നില്ല. നമ്മൾ പോസിറ്റീവ് ആവാൻ, ഡോക്ടർമാർ പോലും അസുഖം വരുമ്പോൾ പോസിറ്റീവ് ആവാനാണ് പറയുന്നത്. അപ്പൊ നിങ്ങളെ യാതൊരു തരത്തിലും ഈ പ്രോസസ്സുകൾ ഒന്നും നിങ്ങളെ, ഒരു മനുഷ്യനെ പോലും എന്ത് ചെയ്യുന്നില്ല, നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു. നിങ്ങളെ പോസിറ്റീവായിട്ട് മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഒരു ഉന്മേഷം തരുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ, ഒരു കെട്ടിടത്തിന്റെ മട്ടിൽ ചാടാൻ പറയുന്നില്ലല്ലോ. അപ്പൊ ഈ കാര്യങ്ങളെ റിജക്ട് ചെയ്യാം. പലപ്പോഴും ഈ പ്രോസസ്സുകളെ പറ്റി യൂട്യൂബിൽ പിന്നെ മെയിനായിട്ട് ഇതൊക്കെ ചെയ്യുന്ന ആളുകൾക്കാണ് സജഷൻ വരുന്നത്. അല്ലാതെ ഫേസ്ബുക്കിൽ നിന്ന് വരുന്ന ആളുകൾ കൂടുതലും പുതിയ ആളുകൾ വരാറുണ്ട് നമുക്ക്. പിന്നെ വളരെ ബിഗിനേഴ്സും വരാറുണ്ട് യൂട്യൂബിൽ നിന്ന്. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങളിത് ഒരു 6 മാസം മുതൽ ഒരു വർഷം എന്ത് കാര്യം, എന്റെ ട്രേഡിംഗ് സാർ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഈ ട്രേഡിംഗ് പ്രൊസീജിയർ തെറ്റാണെന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് നഷ്ടമാണെന്നോ നിങ്ങൾ വിലയിരുത്തും. ഒരു 6 മാസം മുതൽ 1 ഇയർ വരെ അദ്ദേഹം പഠിപ്പിച്ചിരുന്ന ശിക്ഷണം ഫോളോ ചെയ്യും. അത് കൃത്യമായിട്ട് എല്ലാ ദിവസവും മാർക്കറ്റിൽ ചെന്ന് നിരീക്ഷിക്കുക, എന്നിട്ട് റിജക്ട് ചെയ്യുക, അതിനെ ബാക്ക് ടെസ്റ്റ് ചെയ്യും. പുള്ളി പഠിച്ചതിനെക്കാട്ടും 5 വർഷം ബാക്ക് ടെസ്റ്റ് ചെയ്തത്, അതുകൊണ്ട് അത്രയും സക്സസ് റേറ്റ് ആണ്. അതേ കണക്ക് നിങ്ങൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്യാം? നെറ്റ് അൺസ്റ്റേബിൾ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. ഞാൻ പറയുന്നത് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ. അപ്പൊ എന്തായാലും നെറ്റിന്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പറയണേ. ഇല്ലല്ലോ? കണ്ടിന്യൂസ് ആയിട്ട് നെറ്റിന്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ. ഷാജി സാർ ഒന്ന് ഷെയർ ചെയ്യണേ. നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഇത് റിജക്റ്റ് ചെയ്യുക. അല്ലാത്ത പക്ഷം ഫോളോ ചെയ്യുക. 100% റിസൾട്ട് വന്നിരിക്കും. മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട പ്രോസസ്സുകൾ നിങ്ങൾ ചെയ്താൽ. ഓക്കെ. ഇനി അടുത്തത് ഞാൻ പറയുന്നു, നമ്മുടെ ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഇതുപോലുള്ള ഫ്രീ ലൈവ് ക്ലാസ്സസ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? നമ്മളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതുകൂടാതെ ലോ ഓഫ് അട്രാക്ഷനെ പറ്റിയ കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന വാട്സപ്പ് ഗ്രൂപ്പും ഡീറ്റെയിൽസും അവിടെ ആയിരിക്കും ഉണ്ടായിരിക്കുക. താങ്ക് യു. പുതിയൊരു ക്ലാസ്സിൽ കാണാം. ബൈ.